മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തനായ ഒരു അതിഥിയാണ് സ്ട്രെയിറ്റ് ലൈനിൽ പങ്കെടുക്കുന്നത്. ശ്രീ എം. മുംതാസ് അലി എന്ന ചെറുപ്പക്കാരൻ ഹിമാലയത്തിലെ സാനുക്കളിലെത്തി വലിയ യോഗിയായി മാറിയതിൻ്റെ കഥ ഒരുപക്ഷെ നമുക്കൊക്കെ നന്മയെക്കുറിച്ച് പ്രതീക്ഷയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ചിത്രമായിരിക്കും. അദ്ദേഹം ഇവിടെ ഹൃദയം തുറന്ന് സംസാരിക്കുകയാണ്. മുഖവരിയില്ലാതെ ഇന്ത്യ മുഴുവൻ 1.5 വർഷം നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന യോഗി അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ചിന്തകളെക്കുറിച്ച്, മതമൈത്രിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പങ്കുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ എമ്മിന് കൗമുദി TV പേരിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ശ്രീ എം എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഇത് വളരെ യുണീക്കാണ്. കാരണം അങ്ങനെ പേര് എം എന്ന് പറഞ്ഞുകൊണ്ടൊരു പേരിടാറില്ല. എനിക്ക് തോന്നുന്നു ഗുരുവിൻ്റെ പേരിലാണ്, ബാബാജിയുടെ പേരിൻ്റെ ഒരു അക്ഷരം എന്നുള്ള രീതിയിലാണോ എം എന്നുള്ളത്? അത് മാത്രമല്ല, ഇത് ഒരു പ്രത്യേകം ഒരു റിലിജനിലായിട്ട് അറിയേണ്ട ആളുകൾ എന്ന് വിചാരിച്ചിട്ട് മാനവ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നുള്ള ഒരു ശബ്ദമുണ്ടല്ലോ, അതിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് എം. പിന്നെ ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് മുംതാസ് അലി എന്ന് പേര് വെച്ചുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ അക്ഷരം എം എന്നാണ്. അതുകൂടാതെ മഹേശ്വരനാഥ് ബാബാജി എൻ്റെ ഗുരുവാണ്. അദ്ദേഹം നാഥ് സമ്പ്രദായത്തിൽ ദീക്ഷ കൊടുത്തപ്പോൾ മധുകർനാഥ് എന്നൊരു പേര് വെച്ചു, അതിൻ്റെ എം. പക്ഷേ എം എന്ന് എന്താണ് അങ്ങനെ ചോദിച്ചാൽ ഞാൻ സാധാരണ പറയുന്നത് ആദ്യത്തെ ലെറ്റർ, എൻ്റെ പേരിൻ്റെ ആദ്യത്തെ ലെറ്ററാണ്. അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടാനുള്ള ഒരു ശ്രമമാണ് എന്നാണ് സാധാരണ. താങ്കളുടെ കഥ കേൾക്കുമ്പോൾ, ജീവിതകഥ കേൾക്കുമ്പോൾ ഒരു വലിയ അപൂർവത, കാരണം ഒരു റെയർ അല്ലെങ്കിൽ യുണീക്ക് എന്നൊക്കെ പറയുന്ന പോലെ സാധാരണ ഇന്ത്യയിൽ ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ ജനിച്ച് യോഗികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ ശ്രുതി ബാബ അടക്കമുള്ള ഒരുപാട് പേരെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കബീർദാസാണ് അതിലൊരു വളരെ ഇതായിട്ടുള്ളത്. താങ്കളെ ഈ ആധുനിക കബീർദാസ് എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നതായി കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു തിരുവനന്തപുരത്ത് ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു ബാലന് ഹിമാലയത്തിൽ പോകണമെന്ന് തോന്നുന്നത്? സാധാരണ ഹിമാലയ ആ കാലത്ത് ഒരിക്കലും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇല്ല. അത് അതിന് പല കാരണങ്ങളുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ സാധാരണ ഒരു ജീവിതം എന്ന് വിചാരിക്കുമ്പോൾ ഈ ജന്മം തൊട്ട് മരണം വരെയുള്ള ഒറ്റ ഒരു ചെറിയ ഒരു സെക്ഷൻ മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അതിന് മുമ്പേ വല്ലതും ഉണ്ടോ, അത് കഴിഞ്ഞിട്ട് വല്ലതും ഉണ്ടോ എന്ന് ആ ചിന്തയില്ല. അപ്പം എൻ്റെ അനുഭവം അനുസരിച്ച് പൂർവ്വജന്മം കൊണ്ടുള്ള ചില വിശേഷങ്ങൾ കൊണ്ടാണ് ഇതിലേക്ക് തിരിയുന്നത്. അത് എനിക്ക് പിന്നെയാണത് മനസ്സിലായത്, നേരത്തെ എനിക്കറിയില്ലായിരുന്നു. നമുക്ക് ഈ പൂർവ്വജന്മം അറിയാൻ പറ്റുമോ? എനിക്കത് അനുഭവമാണ്, എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. വേറൊരാൾക്ക് സെക്കൻഡ് ഒരു പേഴ്സൺ അത് എനിക്കത് ഗുരുവിലൂടെ കിട്ടിയതാണോ അല്ലെങ്കിൽ? അതെ. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ധ്യാനത്തിൽ പോകുമ്പോൾ പലതരം ടെക്നിക്സ് ഉണ്ടല്ലോ, മെഡിറ്റേഷൻ. ഓരോ സെക്ഷനിലെത്തുമ്പോൾ നമ്മൾ അകത്തേക്കുള്ള ഓരോ ലെയർ മൈൻഡിനെ അങ്ങോട്ട് അനലൈസ് ചെയ്ത് അനുഭവിച്ച് ലാസ്റ്റിൽ പോകുമ്പോൾ ബർത്ത് വരെ ഉള്ള ഇത് എത്തും സാധാരണ. അത് കഴിഞ്ഞ് ഇനി ഒന്നുകൂടെ ഒന്ന് തിരക്കുമ്പോൾ അതിന് മുമ്പേ ഉള്ള ചില റിയാക്ഷൻസ് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് പിന്നെ നമ്മളത് കണ്ടുപിടിക്കുന്നത് പാസ്റ്റ് കണക്ഷൻസ് എന്താണ് എന്നുള്ളത്. അതൊന്ന്. രണ്ടാമത് ചോദ്യം ചോദിച്ചുകൊണ്ട്, ഞാൻ കൊച്ചിലെ തന്നെ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേഘങ്ങൾ കണ്ടാൽ എനിക്ക് തോന്നും ഇതെന്തോ നിറച്ച് മഞ്ഞുള്ള മലകളാണെന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നുമായിരുന്നു. അപ്പോൾ ഹിമാലയം എന്ന് പറഞ്ഞൊരു മലയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ തോന്നും. അത് കഴിഞ്ഞ് 9ാമത്തെ വയസ്സിൽ ഞാൻ വീട്ടിൻ്റെ പുറവശത്ത് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു പ്ലാവുണ്ടായിരുന്നു. ആ പ്ലാവിൻ്റെ അടിയിൽ ഒരു യോഗി നിൽക്കുന്ന പോലെ കണ്ടു. അത് വിഷനൊന്നുമല്ല, ഇപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഞാൻ അങ്ങേ കാണുന്നത് അതേപോലെ കണ്ടു. അത് ഫാന്റസി ആണെന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ റിയാലിറ്റി ആയിരുന്നു, യാഥാർത്ഥ്യമായിരുന്നു?
അത് ഫാൻറ്റസിയോ വിഷനോ ഒന്നുമല്ല. അതൊരു ഇപ്പം ഇത് അതുപോലെയാണെന്ന് വിചാരിച്ചു. അതുപോലെ ഒരു 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 പറയുന്നത് നമ്മുടെ ഇവിടെ തന്നെ തിയറി ഉണ്ട്, മായ എന്നുള്ളതുണ്ട്, ഇതൊന്നും ഉള്ളതല്ല. അത് വേറെ. പക്ഷെ അതല്ലാതെ ഇപ്പോൾ എങ്ങനെയാണ് റിലേറ്റീവായിട്ട് റിയൽ ആയിട്ടുള്ളതുപോലെ ഒരു കാഴ്ചയായിരുന്നത്. അദ്ദേഹം എൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ച് അത് 5 മിനിറ്റേക്കുള്ള ഒരു കോണ്ടാക്റ്റേ ഉള്ളൂ. സമയമാകുമ്പോൾ എല്ലാം ഓർമ്മ വരും, മനസ്സിലാവും എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു തിരിച്ച്. അപ്പോൾ ഞാൻ തിരിച്ച് നടന്ന് വീട്ടിൻ്റെ അടുത്ത് വന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല. പക്ഷേ എപ്പോഴും ഞാനതൊരു വിഷനാണെന്ന് പറയില്ല, കാരണം ഞാൻ മുമ്പിൽ നിൽക്കുമ്പോൾ അത് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഉണ്ട്, തലയിൽ ഫീൽ ചെയ്യാന്ന് കൈ വയ്ക്കുന്നത്. ആ കണ്ണ് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു കണ്ണായിരുന്നു, വലിയ കണ്ണ്. അതിലൊരു ഈ വളരെ കമ്പാഷനുള്ള ഒരു എക്സ്പ്രഷനുള്ള ഒരു കണ്ണാണ്. അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് എൻ്റെ മൈൻഡ് ഒന്ന് മാറി. ഞാൻ രാത്രി തന്നെത്താൻ ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ ഉറക്കം എണീക്കും. എന്നിട്ട് അവിടെ തന്നെ കിടന്നിട്ട് ഈ ഏരിയയിൽ ഒരു സുഖമായ ഒരു ഫീലിംഗ് വരും, ഒരു ലൈറ്റ് പോലെ. അതാണ് എൻ്റെ ആദ്യത്തെ മെഡിറ്റേഷൻ. ഞാൻ മെഡിറ്റേഷനൊന്നും പഠിച്ചിട്ടില്ല. അതിലിങ്ങനെ കുറേ നേരം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ, കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ്, അല്ലാതെ ഫോഴ്സിബിളായിട്ടല്ല. പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അവിടെയാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് ഇനി ഫർദർ 9 വയസ്സിൽ ഈ എക്സ്പീരിയൻസ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 10, 11 ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, കോളേജിൽ പഠിക്കുന്ന കാലത്തെല്ലാം ഒരു ഹിഡൻ ലൈഫ് എൻ്റെ ഇങ്ങനെ അകത്തിങ്ങനെ നടന്നുകൊണ്ട്. അത് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഫാദറും മദറും അങ്ങനെ ഒരു വളരെ ഓർത്തഡോക്സ് പ്രാക്ടീസിങ് മുസ്ലിംസ് ആണെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഫാദർ ഒരു പണ്ടത്തെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഫിലോസഫി ഗ്രാജുവേറ്റാണ്, മലയാളം സെക്കൻഡ് ലാംഗ്വേജാണ്. അപ്പം ആ ഫിലോസഫിക്കൽ ബെൻറ്റ് ഓഫ് മൈൻഡ് ഉണ്ടായിരുന്നു. പുള്ളി അങ്ങനെ ഓർത്തഡോക്സ് ടൈപ്പിലെ ആളല്ല. അമ്മ 5 നേരം പ്രാർത്ഥിക്കുന്നതൊക്കെ ഉള്ള ടൈപ്പാണ്. പക്ഷേ അതേ സമയത്ത് ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഒരു സൂഫി ലിങ്കുണ്ട്. ഈ സൂഫീസ് എന്ന് പറയുന്നത് ഈ ഇസ്ലാമിലെ മിസ്റ്റിക്സാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ 1-2 പേരുണ്ടായിട്ടുണ്ട്. അതിൽ ഒരാളുടെ ടൂമ്പ് നമ്മുടെ തക്കലയിൽ പീർ മുഹമ്മദ് സാഹിബിൻ്റെ ദർഗയുണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു. ഇങ്ങനെ ഒരു കണക്ഷനും കൂടെ ഉണ്ട്. അല്ല, ഈ സൂഫി സയൻസിനെ കുറിച്ചൊക്കെ ചെറുപ്പത്തിൽ അറിയാമായിരുന്നു? എൻ്റെ ഗ്രാൻഡ് മദർ അതിനെപ്പറ്റി കഥകളെല്ലാം പറയുമായിരുന്നു. അങ്ങനെ അറിയാം. ഗ്രാൻഡ് മദർ എന്ന് പറയുമ്പോൾ അമ്മയുടെ അമ്മയാണോ മമ്മയുടെ അമ്മയാണോ? അല്ല, അപ്പോൾ ഈ എനിക്ക് തോന്നുന്നു 19ാമത്തെ വയസ്സിലാണ് ഇവിടെ വിട്ടു പോകുന്നത്. സാധാരണ 19 വയസ്സുള്ളൊരു ആളെന്ന് പറയുമ്പോൾ മറ്റേ യുവത്വത്തിലേക്ക് കടക്കുന്ന സമയത്ത് കുറച്ചും കൂടി മെറ്റീരിയൽ വേൾഡിനോടൊക്കെ താല്പര്യം തോന്നുന്ന കാലമാണ്. പക്ഷെ താങ്കൾ ഹിമാലയത്തിലേക്കാണ് പാത സ്വീകരിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത് വളരെ ഒരു അപൂർവത എന്ന്. അതിൻ്റെ തുടക്കം ആ 9 വയസ്സിലുള്ള കോൺടാക്റ്റാണ് അതിൻ്റെ തുടക്കം. ഈ 19ാം വയസ്സിൽ പോകുമ്പോൾ ഇവിടെ പഠിക്കുകയായിരുന്നു. അതെ, കോളേജിൽ പഠിക്കുന്നു. അതെ. അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് തോന്നി ഒരു കൂട്ടിനകത്ത് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും. ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നാൽ ഞാൻ എല്ലാവരും നമ്മൾ കാണുന്നുണ്ടല്ലോ, എൻ്റെ ഫ്രണ്ട്സ്, ക്ലാസ്സിലുള്ളവർ, ക്ലാസ്മേറ്റ്സൊക്കെ കാണും. അവരെ പോലെ ഞാനും ഇത് ഈ സാധാരണ എല്ലാവരും ജീവിക്കുന്ന പോലെ അങ്ങ് ജീവിച്ച് ഇങ്ങനെ ഒരു ഒറിജിനലായിട്ടൊരു എക്സ്പ്ലോറേഷൻ്റെ ആവശ്യമുണ്ട്. അതിവിടെ നിന്നാൽ സാധ്യമല്ല, അതിനൊന്ന് പൊട്ടിച്ച് വെളിയിലിറങ്ങണം എന്നൊരു ഭയങ്കര കമ്പൽസീവ് ഫീലിംഗ് വന്നിട്ടാണ് ഞാൻ ഒരു ദിവസം ഇവിടെ നിന്ന് വിട്ടത്. അത് മാതാപിതാക്കളുടെ അനുമതിയോടെയാണ്? അല്ല, നമ്മൾ സാധാരണ പണ്ട് പറയാറുണ്ട് പുറപ്പെട്ടു പോയി എന്ന് പറയാറുണ്ട്. പുറപ്പെട്ടു പോയി എന്ന് വെച്ചാൽ. പക്ഷേ അപ്പോൾ മാതാപിതാക്കളെ പിന്നെ ബന്ധപ്പെട്ടിട്ടേ ഇല്ല. പിന്നെ ഞാൻ കുറേ വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ ഈ താങ്കൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് മാതാപിതാക്കൾക്ക് അറിയാം? എനിക്ക് തോന്നുന്നത് അവർ വിചാരിച്ചത് ഞാൻ മരിച്ചുപോയി കാണുമെന്ന് വിചാരിച്ച് കാണും. കാരണം അവരോട് ചോദിച്ചിട്ടുണ്ട്. അവരെ പിന്നീട് എത്ര വർഷങ്ങൾക്ക് ശേഷം? 3 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു. അത് ബാബാജി പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ ഗുരു മഹേശ്വർനാഥ് ബാബാജി പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. എനിക്ക് വാസത്തിൽ അവിടെ അങ്ങ് സുഖമായിട്ട് ജീവിച്ചാൽ മതി എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യുന്നത് സെൽഫിഷായിട്ട് ആനന്ദമായിട്ട് ഇവിടെ ജീവിക്കാൻ പല ജോലിയിലും നിനക്ക് ചെയ്യാനുണ്ട്, നീ തിരിച്ചു പോന്ന്. രണ്ടാമതിൻ്റെ അമ്മ 3 കൊല്ലമായിരുന്നു എന്നെ കണ്ടിട്ട്. അപ്പോൾ അവരെ പോയി കാണണം. തിരിച്ച് ഫാമിലി ലൈഫിൽ ഒന്ന് ചേർന്നിട്ട് അവരെ കൂടെ നിന്ന്
ഞാൻ തന്നിരിക്കുന്ന ഉപദേശങ്ങളെല്ലാം മെച്യൂർ ആവാനായിട്ട് കുറച്ച് വർഷങ്ങളാവും. അതുവരെ നോർമലായിട്ട് ജീവിക്കുക, കല്യാണം കഴിച്ച് കുട്ടികൾ സാധാരണ ഒരു ഗൃഹസ്ഥനായിട്ട് ജീവിക്കുക. അതാണ് നിൻ്റെ ഡിസൈൻ. അതിനിടയ്ക്ക് ഇത് പതുക്കെ അദ്ദേഹം സോ ചെയ്തിരിക്കുന്ന ആ വിത്തുകളെല്ലാം ഇങ്ങനെ മെച്യൂറാവും. അതൊരു സമയമാകുമ്പോൾ നിനക്കൊരു ഗ്രീൻ സിഗ്നൽ കിട്ടും. അപ്പോഴേ നീ വായ തുറക്കാവൂ. അതുവരെ നോർമലായിട്ട് സാധാരണ മനുഷ്യർ ജീവിക്കുന്ന പോലെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ തിരിച്ചു പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. ഒരു കാര്യം ആലോചിക്കണം, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഹിമാലയത്തിൽ എനിക്ക് ജടയൊക്കെ, എനിക്കും വലിയ ഒരുപാട് മുടിയൊക്കെ ഉണ്ടായിരുന്നു, മുടിയും താടിയും, കാതിൽ 2 ഈ നാഥ് സമ്പ്രദായത്തിൽ ഈ റിങ്സ് ഇട്ട് അതുണ്ടായിരുന്നു. രുദ്രാക്ഷ പോകാൻ നേരത്ത് ബാബാജി എന്നോട് പറഞ്ഞു, ഇതിൻ്റെ ചിത്രങ്ങളെല്ലാം ഉണ്ടോ? ഇല്ല, ഇവിടെ ക്യാമറ. ചിലപ്പോൾ എനിക്ക് അതിശയം തോന്നും. ചിലർ പറയും ഞങ്ങൾ 10 കൊല്ലം ഹിമാലയത്തിൽ ഗുഹയ്ക്കകത്തിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ധ്യാനിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഇടും. ഇപ്പോൾ ആരാണ് ഫോട്ടോ എടുക്കുന്നത്? ഞാൻ ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട് ചിലർ. അതുകൊണ്ട് അവിടെ ക്യാമറാമാനൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് പിക്ചറൊന്നും ഇല്ല. അപ്പോൾ അത് ബാബാജി പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി, തയ്യാറായി. അദ്ദേഹം പറയുന്നത് എല്ലാം ചെയ്യാൻ തയ്യാറാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പോകുന്നത്. എന്നെ അവിടെ ഋഷികേശിലൊരു ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി ഷേവ് ചെയ്യിച്ച് മുടിയെല്ലാം വെട്ടിച്ച് ഇത് 2 എടുത്ത് ഗംഗയിലിട്ട് രുദ്രാക്ഷം തിരിച്ചു വാങ്ങിച്ചു. എന്നെ കൊണ്ടുപോയി ഡൽഹിയിൽ പുള്ളിയുടെ ഒരു ശിഷ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തിനെ കൊണ്ട് പാൻറ്റും ഷർട്ടും എല്ലാം വാങ്ങിച്ച് നേരെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ വേണം പോകാൻ. കാരണം 3 കൊല്ലമായിട്ട് ഷോക്കിലാണ് അമ്മ. നീ ഈ വേഷത്തിൽ ചെന്നാൽ മിക്കവാറും ഹാർട്ട് അറ്റാക്ക് വരും, അതുകൊണ്ട് നോർമലായിട്ട് ഡ്രസ്സ് ചെയ്ത് വേണം പോകാൻ എന്ന് പറഞ്ഞാണ് എന്നെ വിട്ടത്. അത്രയും സ്വാമിജി ഇതായിട്ടാണ് കണ്ടത്. ഈ സ്വാമിജിയുടെ നാട് എവിടെയാണ് ഈ ബാബാജി? എനിക്കറിയില്ല. ഒന്നും അദ്ദേഹത്തിൻ്റെ പേര് മഹേശ്വർനാഥ് എന്നായിരുന്നു. നാഥ് സമ്പ്രദായത്തിലെ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ ഞങ്ങൾ ശ്രീ ഗുരു ബാബാജി എന്നാണ് പറയുന്നത്. അദ്ദേഹം ഉണ്ട്, പക്ഷേ മഹേശ്വർനാഥ് ബാബാജി സമാധിയായി 85-ൽ. അദ്ദേഹത്തിന് എന്ത് വയസ്സുണ്ട്? അദ്ദേഹത്തിന് അറിയില്ല. എത്ര വയസ്സാണ്? ഇപ്പോഴും ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വയസ്സ്, അദ്ദേഹം ഒരു നമ്മൾ സാധാരണ ഉള്ളവരെ പോലെ ഒരു ഹ്യൂമൻ ബോഡിയാണെന്ന് എനിക്ക് വിശ്വാസമില്ല. അത് വേറൊരു രീതി. മറ്റേ ആ ഗുരുവിനെ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. എത്ര കാലം മുമ്പ് കണ്ടിട്ടുണ്ട്? ഫിസിക്കലായിട്ട് ഞാൻ ഒരു 20 കൊല്ലം മുമ്പേ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളെ ശരീരം പോലെയുള്ള ഒരു ശരീരമല്ല അദ്ദേഹത്തിൻ്റെ. മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചാൽ കാണാം, പക്ഷെ അത് ഫിസിക്കലായിട്ടല്ല, കാണാം. അത് ശ്രീ ഗുരു ബാബാജിയെ പറ്റിയാണ് ഓട്ടോബയോഗ്രഫി ഓഫ് യോഗിയിൽ യോഗാനന്ദ പരമഹംസൻ എഴുതിയപ്പോൾ മഹാ അവതാർ ബാബാജി എന്നുള്ള പേരിൽ പറഞ്ഞത്. ഇത് അതേ സെയിം ബീയിങ് ആണ്. നാഥ് സമ്പ്രദായത്തിൽ ഗോരക്ഷനാഥ് എന്ന് പറഞ്ഞാൽ എത്ര വർഷം മുമ്പേ ആണെന്നുള്ളത് ആലോചിച്ച് നോക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 400 കൊല്ലം മുമ്പേ ആയിരിക്കും. ഗോരഖനാഥ് സിദ്ധാന്ത പദ്ധതി എന്ന് പറഞ്ഞ് നാഥ് സമ്പ്രദായത്തിൻ്റെ ധ്യാനത്തിനെക്കുറിച്ചുമൊക്കെയുള്ള അഭ്യാസത്തിനെക്കുറിച്ചൊരു പുസ്തകം എഴുതി. അതിനകത്ത് അദ്ദേഹത്തിന് നിത്യനാഥ് എന്നുള്ള പേരിലാണ് ശ്രീ ഗുരു ബാബാജി അറിയപ്പെടുന്നത്. നിത്യനാഥ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ള ഒരു നാഥ് എന്നുള്ള അർത്ഥത്തിൽ. ഈ സാധാരണ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ ഹ്യൂമൻ പൊട്ടൻഷ്യൽ, മനുഷ്യൻ്റെ റിയൽ പൊട്ടൻഷ്യൽ 100% ഉപയോഗിക്കാൻ പറ്റിയാൽ ഒരാൾക്ക് 4 സ്ഥലത്ത് ഒരേ സമയത്ത് ചുരുങ്ങിയത് പ്രത്യക്ഷപ്പെടാൻ കഴിയും എന്നുള്ള ഇതുണ്ട്. അത് ശരിയാണോ? അങ്ങനെ 4 സ്ഥലത്തല്ല. ഹ്യൂമൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ തിങ്കിങ് കൊണ്ടും നമ്മൾ പഠിപ്പിക്കുന്ന കൊണ്ടും നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ടും ഞാനൊരു ലിമിറ്റഡ് ഫിസിക്കൽ ഹ്യൂമൻ ബീയിങ്, ജനിക്കും മരിക്കും എന്ന രീതിയിലാണല്ലോ നമ്മുടെ ചിന്ത. ഈ ഫീൽഡിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഒരു ആത്മാവാണെന്നുള്ളതാണ് ആദ്യത്തെ അനുഭവം. പിന്നെയുള്ള അനുഭവം അതങ്ങോട്ട് അഡ്വാൻസ് ചെയ്യുമ്പോൾ ഈ ആത്മാവെന്ന് പറയുന്ന പരമാത്മാവിൻ്റെ ഒരു അംശമാണെന്നുള്ളതാണ് അടുത്ത എക്സ്പീരിയൻസ്, അനുഭവം. അത് കഴിഞ്ഞാൽ ഈ ജീവാത്മാ എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് കോൺസെപ്റ്റാണ്. ശരിക്കും ഒന്നേ ഉള്ളൂ, സർവ്വവ്യാപിയായിട്ടുള്ള ഒരു എന്താ അതിന് പറയുന്ന ഒരു വസ്തു എന്ന് പറയാൻ വയ്യ, ഒരു കോൺഷ്യസ്നെസ് അതേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു അനുഭവം മനുഷ്യനുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സ്പേസും ടൈമും ഒന്നും അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ സ്പേസ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രായത്തിനെ കുറിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് വളരെ റെയറാണ്. എല്ലാവരും അങ്ങനെ അതുവരെ എത്താനായിട്ട് ബുദ്ധിമുട്ടാണ്.